സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊട്ടാരക്കരയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മെയ് 23 മുതൽ 25 വരെയാണ് വനിതാ ചലച്ചിത്രമേള നടക്കുന്നത്. ചന്തമുക്ക് മുനിസിപ്പൽ സ്ക്വയറിൽ ആരംഭിച്ച സംഘാടക സമിതി ഓഫീസ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വൻ നഗരങ്ങളിൽ മാത്രം നടന്നുവരുന്ന ചലച്ചിത്രമേളയ്ക്കാണ് കൊട്ടാരക്കര വേദിയാകുന്നതെന്ന് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 25 സിനിമകളാണ് എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. 25 സിനിമകൾ, 25 ലോകോത്തരമായ സിനിമകളിലൂടെ വരുന്നു, കൊട്ടാരക്കരയിൽ വരുന്നു. അത് കാണാൻ അവസരം കിട്ടുന്നു. കണ്ടിന്യൂസ് ആയിരിക്കും 23-ാം തീയതി മുതൽ ചലച്ചിത്രമേള. പ്രത്യേകത അതാണ്. രജിസ്ട്രേഷന് തുടങ്ങിയിട്ടുണ്ട്, പുറത്തുനിന്ന് ആളുകൾ വരും. എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെ ആകെ വരുന്ന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് രജിസ്ട്രേഷൻ അങ്ങനെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താമസിക്കാനുള്ള സൗകര്യം തുടങ്ങിയതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കും. എന്തായാലും കൊട്ടാരക്കരയിലെ ഈ ഒരു മേള നടത്താൻ തീരുമാനിച്ചത് നന്നായി എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു നല്ല മേളയായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെ പ്രധാന ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളാണ് മേളയിലും പ്രദർശിപ്പിക്കുന്നത്. വനിതാ സംവിധായകരുടെ 25 സിനിമകൾ പ്രദർശിപ്പിക്കുന്ന മേള കൊട്ടാരക്കര ആവേശത്തോടെ ഏറ്റെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഫെസ്റ്റിവൽ ബ്രോഷർ മന്ത്രി KN ബാലഗോപാലിൽ നിന്നും നിർമ്മാതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ അമ്പലക്കര ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് K ഉണ്ണികൃഷ്ണൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, കൗൺസിലർ അനിത ഗോപകുമാർ, ശ്രീജ, ലാലി, SR രമേശ്, C മുകേഷ്, അഡ്വക്കേറ്റ് PK ജോൺസൺ, V സുദേശൻ, C അജോയ് എന്നിവർ പങ്കെടുത്തു. മന്ത്രി KN ബാലഗോപാൽ ആവിഷ്കരിച്ച സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിന്റെ 2 സ്ക്രീനുകളിലായി നടക്കുന്ന മേളയിൽ വനിതാ സംവിധായകരുടെ ഫീച്ചർ സിനിമകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ എന്നീ വിഭാഗങ്ങളിലായാണ് പ്രദർശനം. 29ാമത് IFFKയിലെ പ്രേക്ഷക പ്രീതി നേടിയ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.